എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോയാണ്. നമ്മൾ അരിപ്പൊടിയൊക്കെ വെച്ച് ചെയ്തിട്ടെടുക്കുന്ന ഒരു ഇടിയപ്പം പോലെ തന്നെ ഗോതമ്പൊടി വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും. രാവിലെയൊക്കെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഒരു ഇടിയപ്പത്തിന്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചന മസാലയും കാണിക്കുന്നുണ്ട്, വെള്ളക്കടല വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഗോതമ്പ് ഇടിയപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാനിലേക്ക് ഞാൻ 1 കപ്പ് അളവിൽ ഗോതമ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. 250 ml ഒരു കപ്പിൽ 1 കപ്പ് അളവിൽ ഗോതമ്പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അളവ് കപ്പില്ലെങ്കിൽ സാധാ വലിപ്പമുള്ള ഒരു ഗ്ലാസ്സിൽ നമ്മൾ അളന്നിട്ടെടുത്താൽ മതി. ഇനി നമ്മൾ തീയെ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു ഗോതമ്പൊടി ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. ഗോതമ്പൊടിയുടെ ഒരു കളറൊന്നും ഒരിക്കലും മാറിപ്പോകരുത്. നന്നായിട്ട് നമുക്കൊന്ന് ചൂടാക്കി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഒരിക്കലും തീ കൂട്ടിയിട്ട് കൊടുക്കരുത്. ഇതുപോലെ തീ കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. നമ്മൾ ഇതുപോലെ ഒന്ന് തൊട്ട് നോക്കുമ്പോഴത്തേക്കും ആ ഒരു പൊടിക്ക് നല്ലൊരു ചൂടുണ്ടായിരിക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി നമ്മൾ ഈ ഒരു പാത്രത്തിൽ തന്നെ ഇത് വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ തന്നെ ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അല്ലെങ്കിൽ ആ ഒരു പാൻ്റെ ഒരു ചൂടും കൊണ്ട് വീണ്ടും ഇതിൻ്റെ കളറൊക്കെ അങ്ങ് മാറിപ്പോവും. ഇനി ഒരു ഗോതമ്പ് പൊടിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു പൊടി ഒന്ന് വാട്ടി കുഴച്ചിട്ടെടുക്കണം. നമ്മൾ സാധാരണ അരിപ്പൊടി വെച്ചിട്ട് ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാട്ടി കുഴക്കത്തില്ലേ, അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ഗോതമ്പൊടി വാട്ടി കുഴച്ചിട്ടെടുക്കുന്ന സമയത്ത് നല്ല തിളച്ച് കിടക്കുന്ന വെള്ളം ഒഴിച്ച് കൊടുത്ത് വേണം കേട്ടോ നമ്മളിത് വാട്ടി കുഴച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു രീതിക്ക് വേണം വാട്ടി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. മാവിന് കുറച്ചെങ്കിലും ഒരു കട്ടി ഉണ്ടെങ്കിൽ തന്നെ നമ്മളിത് പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതുപോലെ നല്ല തിളച്ച് കിടക്കുന്ന വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു മാവ് വാട്ടി കുഴക്കുന്നതെങ്കിൽ വളരെ ഈസി ആയിട്ട് ഒട്ടും തന്നെ ബലമൊന്നും പിടിക്കാതെ നമുക്കിത് പിഴിഞ്ഞെടുക്കാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം നല്ല തിളച്ച് കിടക്കുന്ന വെള്ളം തന്നെ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാതെ അടുപ്പിൽ നിന്ന് തന്നെ ഇതുപോലെ തിളച്ച് കിടക്കുന്ന വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് വാട്ടി കുഴച്ചിട്ടെടുത്താൽ മതി. അതുപോലെ തന്നെ വെള്ളം കൂടിയും പോവരുത്. ഞാൻ ആ ഒരു മാവിൻ്റെ ഒരു കറക്റ്റ് പാകം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആ ഒരു പരുവത്തിന് നമ്മൾ നന്നായിട്ടൊന്ന് വാട്ടി കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടല്ലേ, ഈ ഒരു പാകത്തിന് കിട്ടുന്ന രീതിയിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് വാട്ടി കുഴക്കണം. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് നല്ല പോലെ തന്നെ ഈ ഒരു മാവൊന്ന് കുഴച്ചിട്ടെടുക്കണം കേട്ടോ. ഈ ഒരു സമയത്ത് ഈ ഒരു മാവിനൊരു ചെറു ചൂടുണ്ടായിരിക്കും. ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ വേണം നമ്മൾ ഈ ഒരു മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിലും നമ്മുടെ ഈ ഒരു ഇടിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് കണ്ടില്ല, ഞാനിത് കുഴയ്ക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഈ ഒരു മാവ്. ഒട്ടും തന്നെ മാവിന് ബലം കാണരുത്. അങ്ങനെ ഈ ഒരു മാവിന് ബലം ഉണ്ടെങ്കിൽ നമുക്ക് ഇടിയപ്പം റെഡിയായി കിട്ടില്ല. ഇനി നിങ്ങൾക്ക് സാധാരണ ചെയ്യുന്ന പോലെ ഇഡ്ഡലി തട്ടിൽ എണ്ണ പുരട്ടിയിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു മാവ് പിഴിഞ്ഞിട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഇടിയപ്പം വാഴയിലയിലാണ് ഇതുപോലെ ചെയ്തിട്ടെടുക്കുന്നത്. വാഴയില നമ്മൾ ഈ ഒരു വലുപ്പത്തിൽ നിന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. അതിലേക്ക് കുറച്ച് മാത്രം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നമുക്കിതിലേക്ക് തേങ്ങ വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ഒരു അച്ചെടുക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓയിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു മാവിൻ്റെ ഒരു പകുതിയോളം ഈ ഒരു ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള മാവ് ഇതുപോലെ നമ്മളൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ആ ഒരു മാവിരുന്നങ്ങ് ഡ്രൈ ആയി പോവും. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് മാവ് വെച്ച് കൊടുത്ത് ഈ ഒരു അച്ച് ഞാൻ അടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇലയിൽ ഇതുപോലെ ചുറ്റിച്ചൊന്ന് പിഴിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഒരു 2-3 തവണ ഒന്ന് ചുറ്റിച്ച് ഒരു ഇടിയപ്പം ഞാനൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തിട്ടെടുക്കാം കേട്ടോ. എല്ലാം തന്നെ ഞാൻ ഇതുപോലെ വാഴയിലയിലാണ് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ വാഴയിലയിൽ എല്ലാം തന്നെ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുത്താൽ മതി. ഇതുപോലെ ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്ത് നന്നായിട്ട് വെട്ടി തിളച്ച് കിടക്കുകയാണ്. ഇതുപോലെ ഇഡലി തട്ട് വെച്ച് കൊടുത്ത് നന്നായിട്ട് ആവി വന്നതിന് ശേഷം മാത്രമേ നമ്മളിത് വെച്ച് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഇനി നമുക്കിത് ഓരോന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരുപാടെണ്ണം മുകളിലായിട്ട് വെച്ച് കൊടുക്കേണ്ടതായിട്ട് ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും. മാക്സിമം ഒരു 3-4 വരെയൊക്കെ നമുക്കിതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു 4-5 മിനിറ്റുള്ളിൽ തന്നെ നമുക്കിത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഇതുപോലെ ഒന്ന് തുറന്ന് നോക്കുക. ഇത് കണ്ടില്ല, നന്നായിട്ട് തന്നെ നമുക്കിതിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്.
ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഈ ഒരു ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗോതമ്പ് പൊടിയുടെ ഒരു കുത്തല ഒന്നും തന്നെ ഉണ്ടാവത്തില്ല. നമ്മൾ നല്ല ചൂടാക്കി നന്നായിട്ട് വാട്ടി കുഴച്ചിട്ടാണ് ചെയ്യുന്നത്. നല്ല സോഫ്റ്റുമാണ് കഴിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഗോതമ്പ് പൊടിയൊക്കെ വെച്ച് നമ്മൾ എപ്പോഴും ചപ്പാത്തിയും പൂരിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതിന് പകരം ഇതുപോലെ ഇടിയപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഇടിയപ്പത്തിന്റെ കൂടെ നിങ്ങൾക്ക് നോൺ വെജോ വെജോ ഏത് കറി കൂട്ടി വേണമെങ്കിലും കഴിക്കാനാണ്. ഞാനിപ്പോൾ ഇവിടെ ചെയ്തിട്ടെടുക്കുന്നത് വെള്ളക്കടല വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ ബട്ടൂരയുടെ കൂടെ കഴിക്കുന്ന നല്ല ഡാർക്ക് കളറായിട്ടുള്ള വെള്ളക്കടല വെച്ചിട്ടുള്ള ഒരു മസാലയില്ലേ, ആ ഒരു കറിയാണ് കേട്ടോ ഞാനിപ്പോൾ റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 250 ml ഒരു കപ്പിൽ 1 കപ്പ് അളവിൽ വെള്ളക്കടല ഓവർനൈറ്റ് ഞാനൊന്ന് കുതിർത്തി എടുത്തിരിക്കുന്നതാണ് കേട്ടോ വെള്ളത്തിലിട്ട്. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണം. അതിനായിട്ട് ഇതിലൊരു കുക്കറിലേക്ക് ഞാനൊന്ന് മാറ്റി കൊടുക്കുകയാണ്. ഈ ഒരു വെള്ളക്കടലയിൽ നമുക്ക് കുറച്ച് ചേരുവകൾ ചേർത്ത് ഒരു കിഴി ഒന്ന് കെട്ടിയിടാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ നല്ലൊരു കോട്ടൺ തുണി നമ്മൾ എടുക്കുക. ഇതിലേക്ക് നമുക്കൊരു 1.5 ടീസ്പൂൺ അളവിൽ തേയിലപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു തേയിലപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ ഒരു കാരണം തന്നെ ഈ ഒരു വെള്ളക്കടല നമുക്ക് നല്ല ഡാർക്ക് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം കറുവപ്പട്ടയും, ഇത് കണ്ടില്ല ഇതുപോലെ തീരെ ചെറിയ 2 ഏലക്കായും എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 1 ഏലക്ക ചേർത്താൽ മതി കേട്ടോ. ഏലക്ക ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു തൊലിയൊന്ന് പൊളിച്ചിട്ട് വേണം ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. തീരെ ചെറിയൊരു കഷ്ണം ബേ ലീവ്സും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നന്നായിട്ട് ഇതൊന്ന് കെട്ടിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 2-2.5 കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ മൂടി വെച്ച് അടച്ച് ഗ്യാസ് അടുപ്പിൽ വെച്ച് ഏകദേശം ഒരു 5 വിസിലൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ അത് വെന്ത് വരുന്ന സമയത്ത് നമുക്കൊരു കറിക്ക് വേണ്ടിയിട്ട് ഒരു മസാല പൗഡർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതിനായിട്ട് ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു 3-4 വറ്റൽമുളകും, ഇതൊരു 3 ടീസ്പൂൺ അളവിൽ മുഴുവനായിട്ടുള്ള മല്ലിയാണ്, 2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇതുപോലെ മുഴുവനായിട്ടുള്ള കുരുമുളക് ഒരു 1/2 ടീസ്പൂൺ ആണ്. അതുപോലെ തന്നെ ഒരു 5-6 ഗ്രാമ്പും, ഇത് കണ്ടില്ല ഏകദേശം 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു കറുവപ്പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇതുപോലൊരു 4 ഏലക്കായാണ്. അതുപോലെ തന്നെ ഒരു 2 ബ്ലാക്ക് കാർഡമം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു ബ്ലാക്ക് കാർഡമം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഒരു 3 ഈ ഒരു വലിപ്പമുള്ള ബേ ലീവ്സും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ല ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതുപോലെ ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് ചെറിയതായിട്ടൊന്ന് കുറഞ്ഞതിന് ശേഷം മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഉണ്ടെങ്കിൽ മാത്രം 2 ടീസ്പൂൺ അളവിൽ കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കാം. ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതാണിത്. ഇതുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ നല്ല ഫൈനായിട്ടാണ് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്ത് ഏകദേശം ഒരു 5 വിസിലൊക്കെ ആയപ്പോഴത്തേക്കും തന്നെ എനിക്കിതിവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇട്ട് കൊടുത്ത ഒരു കിഴിയെ ഇതിൻ്റെ അകത്തുനിന്ന് അങ്ങ് എടുത്ത് കളഞ്ഞേക്കാം. ഇതിന് ആവശ്യമില്ല. അപ്പോൾ ഇത് കണ്ടില്ല ഇതുപോലെ നമ്മളൊരു കടല വേവിച്ചെടുത്തതിന് ശേഷം ഈ ഒരു വെള്ളത്തിൽ നിന്ന് ആ ഒരു കടല സെപ്പറേറ്റ് ആയിട്ടൊന്ന് മാറ്റി വെക്കുക കേട്ടോ. ആ ഒരു വെള്ളവും കളയരുത്, വെള്ളവും നമുക്ക് ആവശ്യമുള്ളതാണ്. ഇനി ഇതുപോലൊരു പാനിലേക്ക് ഒരു 3-3.5 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇത് 2 മീഡിയം വലിപ്പമുള്ള സവാള തീരെ പൊടിയായിട്ട് നമ്മളൊന്ന് കനം കുറഞ്ഞ് കട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്നതാണ് കേട്ടോ. വളരെ പൊടിയായിട്ട് വേണം നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സവാള നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊരു ഫ്രൈ ആയി കിട്ടുന്ന ഒരു പരുവത്തിന് വേണം നമ്മൾ ഇതുപോലെ സവാളയൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ സവാളയൊന്ന് റെഡിയായി വന്നാൽ ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഇളക്കിയിട്ട് എടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 3 മീഡിയം വലിപ്പമുള്ള തക്കാളി ഇതുപോലെ നല്ലപോലെ തന്നെ മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ തക്കാളിയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയിട്ട് എടുക്കുക കേട്ടോ. തക്കാളിയുടെ ഒരു പച്ച ചുവ പൂർണ്ണമായിട്ട് മാറി വരുന്ന വരെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് ഉപ്പും കൂടെ ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് സമയം ഇതുപോലെ നന്നായിട്ട് ഇളക്കി ആ ഒരു തക്കാളിയുടെ ഒരു പച്ച ചുവയൊക്കെ മാറി ആ ഒരു വെള്ളവും വറ്റി ഇതുപോലെ ഈ ഒരു പരിവായിട്ട് വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ അളവിൽ നമ്മളിപ്പോൾ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഒരു മസാല പൗഡർ ഇല്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. 1 ടേബിൾ സ്പൂൺ മാത്രം മതി. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇതുപോലെ ആ ഒരു പൊടികളുടെ പച്ചച്ചുവ മാറി വരുന്ന വരെ ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. പൊടികളുടെ ഒരു പച്ച ചുവയെന്ന് മാറി വന്നതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഒരു കടലയില്ലേ, ആ ഒരു കടല മാത്രമായിട്ട് ഇട്ട് കൊടുക്കാം. ചില റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നമ്മൾ ഈ ഒരു ചോള മസാല കഴിക്കുന്ന സമയത്ത് അതിലവർ വളരെ കുറച്ച് മാത്രം ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി.
ചെറിയൊരു കഷ്ണം ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് നമ്മളൊരു കടല വേവിച്ചിട്ടെടുത്ത ഒരു വെള്ളം തന്നെ ഇല്ലേ, ആ ഒരു വെള്ളം തന്നെ വേണം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതിലൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ചും കൂടി ചാറ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി ഒരു നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കറിക്ക് ചെറിയൊരു പുളി പോലെ ഉണ്ടെങ്കിലാണ് അത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഡ്രൈ മാംഗോ പൗഡർ ഉണ്ടെങ്കിൽ അതൊരു 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതില്ലെങ്കിൽ ഇതുപോലെ നമുക്ക് കുറച്ച് നാരങ്ങ നീര് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. നാരങ്ങയുടെ ഒരു കുരു ഇല്ലാതെ ആ ഒരു നീര് മാത്രമായിട്ട് നമ്മൾ ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യം ഇതുപോലെ കുറച്ച് നാരങ്ങ നീര് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളൊരു ടേസ്റ്റ് ഒന്ന് നോക്കുക. എന്നിട്ട് വീണ്ടും വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നാരങ്ങ നീരും കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കി നല്ലപോലെ തന്നെ ചൂടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളിതിൻ്റെ ഉപ്പ് നോക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി നമുക്കിതിലേക്ക് കുറച്ച് എണ്ണയൊന്ന് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതിനായിട്ട് ഇതുപോലൊരു പാത്രത്തിൽ നമ്മൾ 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ കനം കുറഞ്ഞ് കട്ട് ചെയ്തിട്ടെടുത്തതും 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ഇതുപോലെ തീരെ കനം കുറഞ്ഞ് കട്ട് ചെയ്തിട്ടെടുത്തതും ഒരു 2 പച്ചമുളക് നെടുകെ കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കുമ്പോൾ നെടുകെ കീറിയിട്ട് തന്നെ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം കൂടി അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയിട്ട് ഇതുപോലെ വരുന്ന സമയത്ത് തീ നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുക. തീ ഓഫ് ചെയ്തതിന് ശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമ്മളിന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. മുളക് പൊടി കരിഞ്ഞു പോകരുത് കേട്ടോ. മുളക് പൊടിയും കൂടി ചേർത്ത് ഇതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്കൊരു കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടി ഇതുപോലെ ഞാനൊന്ന് വെതറിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ചോള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരു ഇടിയപ്പവും രണ്ടും നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.